കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ അപകടത്തിൽപ്പെട്ട ജീപ്പിൽ MDMA കണ്ടെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ജീപ്പിൽ ഉണ്ടായിരുന്ന 2 പേർക്കെതിരെ കേസെടുത്തു. ഇർഷാദ്, ഫാരിസ് എന്നിവർക്കെതിരെയാണ് കേസ്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇത്തരത്തിൽ കോഴിക്കോട് താമരശ്ശേരിയിൽ കൊക്കയിലേക്ക് ജീപ്പ് മറിഞ്ഞു വീഴുന്ന ഒരു സംഭവം ഉണ്ടായത്. സാധാരണ ഒരു ആക്സിഡന്റ് എന്നാണ് പോലീസ് അധികൃതർ ഒക്കെ തന്നെയും കരുതിയത്. പിന്നീട് നടന്ന പരിശോധനയിലാണ് ഈ വാഹനത്തിൽ നിന്നും MDMA കണ്ടെത്തിയത്. അത്തരത്തിലാണ് ഈ 2 പ്രതികൾക്കെതിരെ ഇപ്പോൾ, അതായത് വാഹനത്തിൽ സഞ്ചരിച്ച 2 ആളുകൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഇവർ ദൂരസ്ഥലത്ത് നിന്ന്, അതായത് പുറമേയുള്ള ജില്ലയിൽ നിന്നും വന്നവരാണ്. ഇവർ തൊട്ടടുത്തുള്ള, അതായത് ഈ താമരശ്ശേരിയോട് ചേർന്ന ഒരു ലോഡ്ജിലാണ് ഇവർ മുറിയെടുത്തത്. ആ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത്, തിരിച്ചു പോകുന്ന സമയത്താണ് ഇവർ ഈ മുറിയിൽ വിശ്രമിച്ചതിന് ശേഷം തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ തയ്യാറെടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ് നിലവിൽ എത്തിയിരിക്കുന്നത്. ജീപ്പിലുണ്ടായിരുന്ന 2 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പാറക്കൽ ഇർഷാദ്, പൂവിലേരി ഫാരിസ് എന്നിവർക്കെതിരെയാണ് കേസ്. പക്ഷേ 2 പേരും നിലവിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് അധികാരികളിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ഈ MDMAയുമായി ബന്ധപ്പെട്ട് ഇവരുടെ കയ്യിൽ എങ്ങനെ ഈ MDMA വന്നു, ഇതൊരു സംഘമായി ചേർന്ന് പ്രവർത്തിച്ച ഒരു സംഭവമാണോ എന്നതിന് ദിസ്നയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ അപകടത്തിൽപ്പെട്ട ജീപ്പിൽ MDMA കണ്ടെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ജീപ്പിൽ ഉണ്ടായിരുന്ന 2 പേർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത്.